السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أفضل المخلوقين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت إليه أنيب. ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم، ولا حول ولا قوة إلا بالله العلي العظيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يرفع الله الذين آمنوا منكم والذين أوتوا العلم درجات. صدق الله مولانا العظيم. اذكروا محاسن موتاكم وكفوا عن مساويهم. صدق رسول الله. ألا يا رسول الله كنت رجانا وكنت بنا برا ولم تك جافيا. وعلى محمد سيدنا ومولانا മുഹമ്മദ്. ബഹുമാനപ്പെട്ട അധ്യക്ഷരെ, വേദിയിലുള്ള മഹാന്മാരായ ഉലമാക്കളെ, ഞാൻ ആരും പേരെടുത്ത് പറയുന്നില്ല, അബ്ദുൽ ഖാദർ ഫൈസിയൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഉസ്താദിനോടുള്ള ആദരവാണ് ഈ സദസ്സ് ഇനിയും കൂടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആലിമീങ്ങളൊക്കെ എത്തും, അറിഞ്ഞാൽ എല്ലാവരും എത്തും. എല്ലാവരുടെയും സാന്നിധ്യം, മോമിനുകൾ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ, സത്യവിശ്വാസികൾ, എല്ലാവരുടെയും ഈ സാന്നിധ്യം, ഈ സദസ്സു, ഈ സംഗമം മഹാനായ റബ്ബുൽ ഇസ്സത്ത് നമ്മിൽ നിന്ന് നല്ലൊരു അമലായി, സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, മഹാനായ ഉസ്താദവറുകൾ, അവരുടെ ദറജ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ തമ്പുരാനെ. അവരെ ദറജ നീ ഉയർത്തി കൊടുക്കണേ തമ്പുരാനെ. അവരെ ഷറഫിനെ നീ ഇനിയും ഉയർത്തണേ തമ്പുരാനെ. അവർ തെളിയിച്ച പന്താവിലൂടെ മുന്നേറാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും മുത്തുനബിയുടെ കൂടെ സ്വർഗ്ഗലോകത്ത് നീ സംബന്ധിപ്പിക്കണേ തമ്പുരാനെ. ബിറഹ്മതിക യാ റഹ്മാൻ റഹീം. പ്രിയപ്പെട്ട സഹോദരന്മാര്, നേതാക്കളെ, സുഹൃത്തുക്കളെ, പണ്ഡിതന്മാര്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഓർമ്മപ്പെടുത്തിയതാണ് യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ ഈമാനുള്ള ആളുകൾ, വല്ലദീന ഊത്തുൽ ഇൽം, വിജ്ഞാനം നൽകപ്പെട്ട ആളുകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്ക് വലിയ ഔന്നിത്യം നൽകും. ഞാനും നിങ്ങളുമൊക്കെ മരിച്ചുപോയാൽ 1 കൊല്ലമോ 2 കൊല്ലമോ കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി സ്മരിക്കാൻ ഈ ദുന്യാവിൽ ഒരു പക്ഷെ ആരുണ്ടായില്ലെന്ന് വരും. പക്ഷേ അല്ലാഹുവിന്റെ ഇൽമ് ലഭിച്ചിട്ടുള്ള ഉന്നതൻ, ഈമാനും ഇൽമും ലഭിച്ചിട്ടുള്ള ഉന്നതന്മാരായ ആളുകൾ, അല്ലാഹു പറഞ്ഞു, യർഫഇല്ലാഹുല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്നും വിശ്വാസികളായ ആളുകൾ, വല്ലദീന ഊത്തുൽ ഇൽം, വിജ്ഞാനം നൽകപ്പെട്ടവരും, അവരെ അല്ലാഹു തആല ദറജാത്ത്, പടിപടിയായി അല്ലാഹു ഉയർത്തും. ആ ഔന്നിത്യമാണ് നമ്മൾ ഈ കാണുന്നത്. നിങ്ങൾക്കറിയാം, കേരളക്കരയിൽ ഒരുപാട് മഹാപണ്ഡിതന്മാർ വഫാത്തായി പോയിട്ടുണ്ട്. നമുക്കൊക്കെ പരിചയമുള്ള ആളുകൾ തന്നെ വഫാത്തായതുണ്ട്. മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് ഉസ്താദ്, അല്ലാഹു അവരെയും നമ്മളെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. അവരുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ, പാപമോചനം നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ മഹാനായ ശംസുൽ ഉലമ ഇ.കെ. ഉസ്താദ്, മഹാനവറുകളെ പറ്റി നിങ്ങൾക്കറിയാം, ഞാൻ ഒന്നും പറയുന്നില്ല. ആ മഹാനവറുകളെ സംബന്ധിച്ച് ലോക പണ്ഡിതൻ എന്ന് പറഞ്ഞത് കേരളക്കാരല്ല, മലയാളക്കാരല്ല, അറബികൾ തന്നെ പറഞ്ഞു ലോക പണ്ഡിതനാണെന്ന്. അറേബ്യയിൽ മക്കയിൽ ചെന്നപ്പോൾ സയ്യിദ് അലവി മാലിക്കി, നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കും, മഹാനായ ശംസുൽ ഉലമയെ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനപ്പെട്ടവരുടെ വടി ചുംബിക്കുകയുമായി ചെയ്തിരുന്നത്. എന്തേ കാരണമെന്നാൽ, മഹാനായ ശംസുൽ ഉലമയുടെ ഒരൊറ്റ ആയത്തിന്റെ വിശദീകരണവും ആ മുഖത്തിന്റെ ഹൈബത്തും അവരുടെ ഇബാദത്തും അവരെല്ലാം കണ്ടോടുകൂടി പെട്ടെന്ന് ആളെ മനസ്സിലായി. പിന്നെ ഒന്നും
പറയേണ്ടി വന്നില്ല. മഹാനവറുകളുടെ വടി തന്നെ അവർ ചുംബിക്കുകയായിരുന്നു. ഈ രീതിയിൽ മഹാന്മാർ ഇവിടെ കഴിഞ്ഞുപോയി. മഹാനായ KK ഉസ്താദിനെയും കൂട്ടുമല ഉസ്താദിനെയും വാണിയമ്പലം ഉസ്താദിനെയും ഹൈദ്രോസ് മുസ്ലിയാരെയും നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ ആ ഗണത്തിലെ ഏറ്റവും പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് ബഷീർ മുസ്ലിയാർ. മഹാനവറുകളുടെ കൂടെ കൊണ്ടോട്ടി ദർസിൽ ഒരു 3-4 വർഷം ഓതി പഠിക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ നിർബന്ധത്തിന് വിധേയനായാണ് ഞാൻ ജാമ്യയിലേക്ക് പോകുന്നത്. ഞാൻ അങ്ങനെ പോകാനൊന്നും താല്പര്യമെടുത്ത ആളായിരുന്നില്ല. എന്നോട് പറഞ്ഞ് നീ ഒരു സിഹാഫ് സിത്ത കണ്ടു മരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് നീ പോകണം എന്നാണ്. സിഹാഫ് സിത്തയിൽ കണ്ടു മരിക്കണം, അതുകൊണ്ട് നീ പോകണം. ഞാൻ ആലോചിക്കുകയാണ്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്ക് തന്നൊരു ഭാഗ്യം. മഹാനായ ഉസ്താദിന്റെ നിർദ്ദേശമില്ലെങ്കിൽ ഞാൻ അന്ന് പോകൂല. എനിക്ക് അങ്ങനെയാണ് എന്റെ മനസ്സങ്ങനെ ഉണ്ടായിരുന്നു, ഇനി പോകാനാവൂല എന്നുള്ള. പക്ഷെ ഉസ്താദിന്റെ നിർബന്ധത്തിന് വഴങ്ങി 3-4 വർഷം അവിടെ താമസിച്ചതിന് ശേഷം ഇനി ജാമ്യയിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ നിർബന്ധിതാവസ്ഥയിൽ ഉസ്താദിന്റെ വാക്ക് സ്വീകരിച്ചുകൊണ്ടാണ് ജാമ്യയിലേക്ക് പോയത്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ നമുക്ക് ആഗ്രഹിക്കുന്ന ബഹുമാനപ്പെട്ട അബ്ദുസ്സമദ് പൂക്കോട്ടൂർ അവരുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഉദ്ഘാടന കർമ്മം മാത്രം നിർവഹിക്കുള്ളൂ. ബർക്കത്തിന് വേണ്ടി ഏതാനും വാക്കുകൾ മാത്രം ഞാൻ പറയുള്ളൂ. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ നിൽക്കാനുണ്ടായ ഭാഗ്യം, ആ ദർസിൽ പഠിക്കാനുണ്ടായ ആ ഒരു ഭാഗ്യം വലിയ ഭാഗ്യമായി ഞാനിപ്പോൾ കാണുകയാണ്. അതുകൊണ്ട് എനിക്ക് ഈ മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ബന്ധപ്പെടാൻ, മഹത്തായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ മനസ്സിലാക്കാൻ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതിനൊക്കെ ഭാഗ്യമുണ്ടായി ഉസ്താദിന്റെ കൂടെ നിന്നതുകൊണ്ട്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വഹാബിസം അടിച്ചു കയറിക്കൊണ്ടിരുന്നൊരു സന്ദർഭമാണത്. നിങ്ങൾക്കറിയാം, വാണിയമ്പലം ഉസ്താദും EKS മുസ്ലിയാരും KV മുഹമ്മദ് മുസ്ലിയാരും MM ബഷീർ മുസ്ലിയാർ ഇവരായിരുന്നു അന്ന് അതിനെ പ്രതിരോധിക്കാനുള്ളത്. അന്ന് ഒരുപാട് വേദികളിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ കൂടെ പോകാനും എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരന്മാരെ, സത്യത്തിൽ പറഞ്ഞാൽ ഇന്നല്ല പ്രതിരോധം ഏറ്റവും വേണ്ടിയിരുന്ന സന്ദർഭം അന്നായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രതിരോധം ആവശ്യമുള്ള ടൈം. ആ സന്ദർഭത്തിൽ അതിശക്തമായി പ്രതിരോധിക്കാൻ കഴിവുള്ള വാക്ധോരണികളായിരുന്നു മഹാനായ ഉസ്താദ് അവരുടേത്. ഏറ്റവും വലിയ പ്രഭാഷകൻ, നല്ല പ്രഭാഷകൻ. ആ പ്രഭാഷണം തന്നെ വളരെ സരളമായ, സുന്ദരമായ, ലളിതമായ ശൈലിയിൽ ഏതൊരാൾക്കും തിരിയുന്ന, എന്നാൽ അഭ്യസ്തവിദ്യരായ ആളുകൾക്കും വലിയ ഭാഷാശുദ്ധിയോടുകൂടി സംസാരിക്കുമെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാർക്കൊക്കെ ബഹുമാനപ്പെട്ട MM ബഷീർ മുസ്ലിയാർ അവരുടെ പ്രസംഗം ദിവസങ്ങളോളം കേട്ടാലും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവരുടെ IPSന്റെ പ്രസിദ്ധീകരണങ്ങളിൽ ഓരോന്നിലും പറഞ്ഞതിന് അപ്പടി എടുത്തുകൊണ്ട് മലപ്പുറത്തൊക്കെ 10-15 ദിവസം തുടർച്ചയായി മഹാനായ ഉസ്താദ് അവരുടെ പ്രഭാഷണം കൊണ്ടാണ് മലപ്പുറത്ത് നിന്ന് ജമാഅത്തെ ഇസ്ലാമി കെട്ടി പോകേണ്ടി വന്നത്. പിന്നെ അവർ കാര്യമായൊന്നും അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, അവർക്ക് പുരോഗതി ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ പ്രഭാഷണങ്ങളായിരുന്നു അത്. ഞാനതൊന്നും വിശദീകരിച്ചുകൊണ്ട് പറയാൻ ഈ സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. ഓരോ വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. ഓരോ വിഷയങ്ങളിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന കഴിവ്, എല്ലാ വിഷയങ്ങളിലും തൗഹീദും ശിർക്കും അദ്ദേഹത്തിന്റെ മാസ്റ്റർ പ്ലാനായിരുന്നു. അത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അത് ഒരു വലിയ വളരെ സുന്ദരമായ രീതിയിൽ, വളരെ ലളിതമായ രീതിയിൽ ഉപരി ആ വിഷയങ്ങൾ ഇങ്ങനെ കൈകാര്യം ചെയ്താൽ നമുക്കൊക്കെ ഒരു അതെന്തെന്നില്ലാതെ അത് നമുക്ക് അത് ഹൃദയത്തിൽ ഒതുങ്ങി നിൽക്കും. അത്രയും വലിയതായിരുന്നു തൗഹീദും ശിർക്കും. ഞാനിങ്ങനെ ഓർക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഇതാണല്ലോ കലിമത്തു തൗഹീദ്. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം? അല്ലാഹു അല്ലാതെ വിളിക്കാൻ മറ്റാരുമില്ലെന്നാണോ? ഓരോരുത്തരോട് സദസ്സിൽ ഞാൻ ചോദിക്കുക. അല്ല. എല്ലാവരും പറയല്ല. അല്ലാഹു അല്ലാതെ മൗലൂദാകാൻ പറ്റിയ ഒരാളില്ല എന്നാണോ? അല്ല. അല്ലാഹു അല്ലാതെ നേർച്ചയാക്കാൻ പറ്റിയാറില്ല എന്നാണോ? ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ എടുത്തുകൊണ്ട് സദസ്സിലെ ആൾക്കാരോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് സരളമായ ശൈലിയിൽ ഒരു അദ്ദേഹത്തിന്റെ ആ പ്രഭാഷണം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞപ്പോ ആരാധന ചെയ്യാൻ അള്ളാഹു മാത്രമേ ഉള്ളൂ. ഇതാണല്ലോ എല്ലാവരും പറയുന്ന അർത്ഥം. എന്നാൽ പിന്നെ എന്താ ആരാധന എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ആരാധന എന്താണെന്ന് പരിശോധിച്ച് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ആരാധന എന്ന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ആരാധന അങ്ങ് വിശദീകരിച്ചു കൊടുക്കുന്നു. എന്താണ് ആരാധന? കഴിഞ്ഞകാല പണ്ഡിതന്മാർ മുഴുവനും
കഴിഞ്ഞകാല മുഫസ്സിരീങ്ങൾ മുഴുവനും കഴിഞ്ഞകാല ഉലമാക്കൾ മുഴുവനും അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത് തഫ്സീർ റാസി എടുത്തുകൊണ്ടും മറ്റും മഹാനവറുകൾ ഉദ്ധരിക്കുന്നു. അഖ്സാ ഗായത്തിൽ ഖുദൂഇ വതദല്ലുൽ, അങ്ങേയറ്റത്തെ വിനയം, അങ്ങേയറ്റത്തെ താഴ്മ, അങ്ങേയറ്റത്തെ എളിമത്വം, ഇത് പ്രകടിപ്പിക്കപ്പെടുന്ന ഒരുത്തൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങേയറ്റത്തെ താഴ്മ പ്രകടിപ്പിക്കാനും അങ്ങേയറ്റത്തെ വിനയം കാണിക്കാനും അങ്ങേയറ്റം നിങ്ങൾ അനുസരിക്കാനും അർഹതപ്പെട്ടവൻ അല്ലാഹു മാത്രം എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം. എന്നല്ലാതെ സഹായം ചോദിക്കാൻ എന്നല്ല. സഹായം ഇവിടെ ആരോടും ചോദിക്കാം, ആരോടും ചോദിക്കാം, ജീവിച്ചിരിക്കുന്നവരോടും ചോദിക്കാം, മരിച്ചവരോടും ചോദിക്കാം, കിട്ടിയോ കിട്ടിയില്ല എന്നുള്ള പിന്നെ ആലോചിക്കാം. ജീവിച്ചിരിക്കുന്നവരോടും ചോദിക്കാം, മരിച്ചവരോടും ചോദിക്കാം, എല്ലാരോടും ചോദിക്കാം, യാതൊരു സംശയമില്ല. മധുകൾ പറയൽ ആരെ മധുവും പറയാം, എല്ലാവരുടെ മധുവും പറയാം. പ്രവാചകന്മാരുടേത് പറയാം, ഔലിയാക്കളുടേത് പറയാം, വേറെ ഏതെങ്കിലും ആളുകളുടേത് പറയാം, എല്ലാവരുടെയും പറയാം. അതിനൊന്നും കുഴപ്പമില്ല, യാതൊരു കുഴപ്പമില്ല, യാതൊരു വിരോധമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതൊന്നും വിരുദ്ധല്ല. അതേ അവസരം മൗലൂദ് ഓതുന്നവൻ മുശ്രിക്ക്, മാല പാടുന്നവൻ മുശ്രിക്ക്, ഖാതീബ് ചൊല്ലുന്നവൻ മുശ്രിക്ക് എന്നൊക്കെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം മഹാനവറുകളുടെ ഒരു പ്രഭാഷണം ഒരു പ്രദേശത്ത് ആ സരളമായ ശൈലിയിൽ ഒന്നങ്ങ് കഴിഞ്ഞാൽ പിന്നെ അതിനെ പ്രതിരോധിക്കാൻ വളരെ പ്രയാസമായിരുന്നു. അങ്ങനെയുള്ള ഒരു വാഗ്ധോരണിയും പ്രഭാഷണ കഴിവും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവറുകളുടെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ശറഫ് അല്ലാഹു തആല വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. മഹാനവറുകളെ നമ്മളെയും സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ. ഇങ്ങനെയുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൈനുദ്ദീൻ ഫൈസി സ്മരിച്ചതുപോലെ ഞാൻ ഓർക്കുകയാണ്, മഹാനായ ഉസ്താദിന്റെ ദർസിൽ ഓതുന്ന കാലത്ത് അതിനു മുമ്പും ഞാൻ ഒരു വർഷം ഒരു ദർസിൽ ഓതിയിരുന്നു. അന്നൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത, ഉസ്താദിന്റെ ദർസിൽ ചെന്നതിന് ശേഷം അരക്കൊല്ല പരീക്ഷ ഉണ്ടാവും, കൊല്ലപ്പരീക്ഷ ഉണ്ടാവും. എന്താ പരീക്ഷ നടത്തുന്നത് ആരാണ്? KC ജമാലുദ്ദീൻ മുസ്ലിയാർ ഒക്കെ വന്നിട്ട് അവരാണ് പരീക്ഷ നടത്തുക. മാത്രമല്ല നഹ്വുൽ വാലി, നിങ്ങളൊക്കെ വന്ന് നഹ്വുൽ വാലി പല സ്ഥലത്തും കാണുണ്ടാവും. മീസാനും അതുപോലുള്ള സഞ്ചാനൊക്കെ ഉണ്ട്, മർമീന്റെ അസുരൊക്കെ പറഞ്ഞു. അതോടുകൂടി നഹ്വുൽ വാലി പ്രത്യേകമായി ദർശനം വെക്കുമായിരുന്നു. നഹ്വുൽ വാലി അതൊക്കെ എടുത്തിട്ട് ഒരു ചോക്കും അതുപോലെ ബോർഡും ഒക്കെ വെച്ചിട്ട് പ്രത്യേകമായി ഓരോ വാക്കുകളും അതിന്റെ ഉൽപ്പത്തിയും കാര്യങ്ങളൊക്കെ വസ്തുനിഷ്ഠമാക്കി മനസ്സിലാക്കി തരുന്ന അതിന് നോട്ട് ബുക്ക് നിർബന്ധമായിരുന്നു. ഇപ്പൊ സ്കൂളിലൊക്കെ നമ്മൾ ഓരോന്നിനും ഓരോ എക്സസൈസ് ബുക്കുകളൊക്കെ വേണ്ടി വരുമല്ലോ എന്ന മാതിരി കുറെ ടൈം ഈ പാവപ്പെട്ട മുതാലിമീങ്ങളുടെ കുറെ കാലം വെറുതെ പോകുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നതിനുള്ള കുറുക്കുവഴി തന്ത്രങ്ങൾ അതിങ്ങനെ ആസൂത്രണം ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ ജോലി. കുറെ ഇങ്ങനെ ദർസ് കഴിഞ്ഞാൽ ഇരുന്നിങ്ങനെ ആലോചിക്കുക, നല്ലൊരു ചിന്തകൻ, നല്ലൊരു സംഘാടകൻ, നല്ലൊരു സൂത്രധാരകൻ എല്ലാം കൂടിയായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ്. അങ്ങനെ അതിനുള്ള സൂത്രങ്ങളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട് അതിനുള്ള ഓരോ പോയിന്റുകളൊക്കെ ആസൂത്രണം ചെയ്തുകൊണ്ട് സ്വന്തം ദർസിൽ ആദ്യമായി അത് നടപ്പാക്കി. അത് നടപ്പാക്കുമ്പോൾ അതിന് പറ്റിയ ആളുകളെ അവരുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇവിടെ ഒരു അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഉണ്ടായിരുന്നു. എന്താ പാട് പറയാ, ഈ ഫറൂഖിന്റെ ഉള്ളിൽ കക്കോവിലൂടെ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, അദ്ദേഹം ഇങ്ങനെയുള്ള ചില പുരോഗമന ചിന്താഗതി ഉള്ള ആളായിരുന്നു. മൂപ്പര് ഇടക്ക് പോകും, അവരിങ്ങോട്ട് വരും. ഈ ദർശൊക്കെ ബന്ധപ്പെട്ടു നല്ല ദർശം ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള കുറെ ആളുകളോട് KC ജമാലുദ്ദീൻ മുസ്ലിയാർ ഈ വിഷയത്തിൽ മൂപ്പരുമായിട്ട് ബന്ധമുണ്ടായിരുന്ന ആള്. അതുപോലെ തന്നെ ദർസിന്റെ ഇങ്ങനെയുള്ള പുരോഗതിയെക്കുറിച്ച് വളരെ കാലം ആലോചിക്കുകയും അങ്ങനെ ഒരു ജമിയത്തുൽ മുദർരിസീൻ ആ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദ് നേതൃത്വം നൽകി കൊണ്ടുവരികയും ചെയ്തു. അത് അന്നത്തെ പല മുദർരിസുമാരുടെയും എതിർപ്പ് കാരണം പെട്ടെന്ന് അത് വിജയിക്കാൻ കഴിഞ്ഞില്ല. ഇന്നിപ്പോ എല്ലാവരും അത് അംഗീകരിച്ച് ജമിയത്തുൽ മുദർരിസീന്റെ സംസ്ഥാന കമ്മിറ്റിയൊക്കെ സമസ്തയുടെ കീഴിൽ തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട MM ബഷീർ മുസ്ലിയാർ ആലോചിക്കുകയും രൂപകൽപ്പന നടത്തുകയും ചെയ്തതായിരുന്നു. അങ്ങനെ ഇത് ഞാൻ ഈ സന്ദർഭം ഓർക്കുകയാണ്. അപ്പോൾ ഒരുപാട് മുന്നിൽ സഞ്ചരിച്ച മഹാനായ ഉസ്താദ് വളരെയധികം മുമ്പിലായിരുന്നു, ബുദ്ധിപരമായി നമ്മളൊക്കെ ഒരുപാട് മുമ്പിലായിരുന്നു എന്ന് ഞാനിപ്പോൾ ഓർക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാനവരുടെ ശറഫ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ ആലോചിക്കുന്നു,
അങ്ങനെ ഞാൻ 60കളിൽ അവിടെ പഠിച്ചു. 70-ൽ ഞാൻ ജാമിയ നൂരിയയിലേക്ക് എന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അയച്ചു. അതിനുശേഷം പിന്നെ അവിടെ 1-2 വർഷം, 1 വർഷം 1.5 വർഷമൊക്കെ പിന്നെ അവിടെ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ബഹുമാനപ്പെട്ടവർ കടമേരിയിലേക്കാണ് പോയി. കടമേരിയിൽ ചെന്നതിന് ശേഷം കൊല്ലം കൃത്യമായി പറയാൻ എനിക്ക് ഓർമ്മല്ല പോകുന്നു. അങ്ങനെ കടമേരിയിൽ ചെന്നതിന് ശേഷം ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അവിടെ ഉസ്താദ് ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സിലബസ് അവിടെ വെച്ചു. ആ സിലബസിന്റെ മെച്ചമാകാം നിങ്ങൾ ഇന്ന് റഹ്മാനികളെ നോക്കൂ. റഹ്മാനികളെ നിങ്ങൾക്ക് പരിചയപ്പെട്ടാൽ അവര് ഭൗതിക രംഗത്ത് കഴിവുള്ളവരാണ്. കൊണ്ടുവന്നത് റഹ്മാനിയയിൽ അദ്ദേഹം ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ഒരു പുതിയ സിലബസ് അദ്ദേഹം നടപ്പാക്കുകയായിരുന്നു. ആധുനിക അറബിയും അതോടൊപ്പം തന്നെ യഥാർത്ഥമായ ഖുർആനിന്റെ ഭാഷ, പഴയ ഭാഷ, സാഹിത്യ സമ്പുക്ഷമായ ആ അറബിയും ഇന്നത്തെ ഇംഗ്ലീഷും മറ്റു ഭാഷകളൊക്കെ കൂട്ടിക്കലർത്തിക്കൊണ്ടുള്ള ആധുനിക അറബിയും രണ്ടും പഠിപ്പിക്കപ്പെടുന്നതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് SSLC പഠിക്കാനും അതിനുശേഷം +1, +2 ഡിഗ്രി പഠനങ്ങൾ ലഭിക്കുവാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സംവിധാനം അവിടെ അദ്ദേഹം എടുത്തുണ്ടാക്കി. ഇതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അന്നൊക്കെ അത്യാവശ്യം ഒരു ഇംഗ്ലീഷൊക്കെ വായിക്കാൻ അറിയുന്നവർക്കൊക്കെ സുന്നിയാകാൻ മടിയായിരുന്നു. ഓലൊക്കെ ഒന്നുമില്ലെങ്കിൽ പഴയ കാലത്ത് ജീവിച്ചും വളർന്നതും ഉമ്മയും ഉപ്പയും കുടുംബങ്ങളൊക്കെ സുന്നിയാണെങ്കിലും സുന്നിയാണെന്ന് പറയാൻ ഒരു മടിയായിരുന്നു. ഈ മടി വരാൻ കാരണം എന്താ? സുന്നികൾക്ക് ഇതൊന്നും അറിയില്ല എന്നുള്ള ഒരു വെപ്പാണ്. അതുകൊണ്ട് സമൂലമായ മാറ്റം ഈ രംഗത്ത് വരണമെന്ന് ഉത്കടമായി ആത്മാർത്ഥമായി ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் ആഗ്രഹിച്ചതിന്റെ ഫലമാണ് അദ്ദേഹം റഹ്മാനിയയിൽ അത് നടപ്പാക്കിയത്. അങ്ങനെ റഹ്മാനിയയിൽ അത് നടപ്പാക്കിയിരുന്ന റഹ്മാനികളായ പണ്ഡിതന്മാരെ നിങ്ങൾക്ക് കാണാം. അവര് എന്തിനും കഴിവുള്ളവരാണ്. അങ്ങനെ പിന്നെ അദ്ദേഹം മലപ്പുറം ജില്ലയിൽ SMFന്റെ ആഭിമുഖ്യത്തിൽ, ഒരുപാട് പറയാനുണ്ട് SMFന്റെ കഥകളൊക്കെ, ഞാൻ അതിൽ കടക്കുന്നില്ല. ദാറുൽ ഹുദ അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ഒരു മതപണ്ഡിതനെ ആവശ്യമായാൽ അദ്ദേഹത്തെ സ്കൂളിലെ അധ്യാപകനാകാനും കോളേജിലെ പ്രൊഫസറാകാനും വേണ്ടി വന്നാൽ അദ്ദേഹത്തിന് ഒരു MLA ആകാനും മന്ത്രിയാകാനും ജനപ്രതിനിധിയാകാനും ഡൽഹിയിൽ പോകാനും തിരുവനന്തപുരത്ത് പോകാനും എന്ന് വേണ്ട എല്ലാ മേഖലയിലും അദ്ദേഹം എത്താൻ കഴിയണം. അതോടൊപ്പം അദ്ദേഹം മുദരിസാവാനും പറ്റണം, കാലിയാവാനും പറ്റണം, മുഫ്തിയാകാനും പറ്റണം. ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ സുന്നത്ത് ജമാഅത്തിന് ഇനി ഇവിടെ നിലനിൽക്കാൻ കഴിയൂ എന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇവിടെ അദ്ദേഹവും ബഹുമാനപ്പെട്ട ഡോക്ടർ യു ബാബുട്ടിയാജി CH ഹൈദ്രോസ് മുസ്ലിയാർ അവർ മൂവരുടെയും ഖബറിനെ അല്ലാഹു തആല പ്രകാശിപ്പിക്കുമാറാവട്ടെ. അവരുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹസനാത്തുകൾ വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട MM ബഷീർ മുസ്ലിയാരായിരുന്നു അതിന്റെ മുഴുവനും ബുദ്ധി. അദ്ദേഹമാണ് അത് മുഴുവനും ക്ലിയർ ചെയ്ത് ആ കരിക്കുലം തയ്യാറാക്കിയത്. അങ്ങനെ കരിക്കുലം തയ്യാറാക്കി അതിന്റെ പ്രഥമ പ്രിൻസിപ്പാളായി അവിടെ ജോലി തുടങ്ങി, ആ സ്ഥാപനം തുടങ്ങി. അത് 12 വർഷം കഴിഞ്ഞ് അതിന്റെ ആദ്യത്തെ ഖനി പറിക്കുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം വഫാത്തായെങ്കിലും ഞാൻ ഓർക്കുന്നത് ഈ ലോകം നിലനിൽക്കുന്ന കാലത്തോളം അദ്ദേഹത്തിന്റെ സ്മാരകമായി ദാറുൽ ഹുദ ഇവിടെ നിലനിൽക്കുകയാണ്. അവിടെ വെച്ച് ഒരു കുട്ടി വിദ്യാഭ്യാസം നുകരുന്നുവെങ്കിൽ ശരഈയായ ഇൽമും അതോടൊപ്പം ഭൗതിക വിദ്യ പഠിച്ച് ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഏത് കോണിലും മതത്തെക്കുറിച്ച് പ്രസംഗിക്കാനും പ്രബോധനം ചെയ്യാനും എഴുതാനും വായിക്കാനും അതുപോലെ ക്ലാസ് നടത്താനും പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തി അവിടുന്ന് പുറത്തിറങ്ങുന്നുവെങ്കിൽ അതിന്റെ നല്ലൊരു വിഹിതം ബഹുമാനപ്പെട്ട ഉസ്താദിന് ലഭിക്കും എന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. കാരണം മുത്തുനബി പറഞ്ഞിട്ടുണ്ട്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന ഫലഹു അജ്റുഹാ വഅജ്റു മൻ അമില ബിഹാ. ഈ സുന്നി ദീനിൽ ആരെങ്കിലും ഒരു നല്ല കാര്യം നടപ്പാക്കിയാൽ അതനുസരിച്ച് പ്രവർത്തിച്ച് നന്നായി വരുന്നവരുടെ പ്രതിഫലത്തിന്റെ അതുപോലുള്ളൊരു പ്രതിഫലം അതിവിടെ നടപ്പാക്കിയവരും ഉണ്ടാകും എന്ന്.
അപ്പോൾ മഹാനായ ബഷീർ ഉസ്താദ് അവർകൾ അവരുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. മഹാനവരുടെ നിത്യസ്മാരകമായി ദാറുൽ ഹുദ ഇവിടെ പരിലസിക്കും എന്ന് ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് നേതൃത്വം നൽകിയിരുന്ന മഹത്തായ സ്ഥാപനം. നിങ്ങൾക്കറിയാം, ഞാനതൊന്നും പരിചയപ്പെടുത്തണ്ടല്ലോ, ദാറുൽ ഹുദ ഇവിടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മഹാനായ ബഷീർ ഉസ്താദാണ് അതിന്റെ തല എങ്കിൽ ബഷീർ മുസ്ലിയാരെ മനസ്സിലാക്കാൻ ഇതിലപ്പുറമൊന്നും വേണ്ടതില്ലല്ലോ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളായിരുന്നു അത്. വളരെ ചെറുപ്പത്തിൽ തന്നെ സമസ്ത മുശാവറയിൽ അംഗത്വം ലഭിച്ചവരെ കൂട്ടത്തിൽ ബഷീർ മുസ്ലിയാരെക്കാൾ പ്രായം കുറഞ്ഞവർ ആ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. അത്രയും അദ്ദേഹത്തിന്റെ യോഗ്യതയായിരുന്നു അത്. മഞ്ചേരി ഞാൻ ഓർക്കുകയാണ്, SMF വിളിച്ചുകൂട്ടിയ വലിയ ഒരു ഉലമ ഉമറ കോൺഫറൻസിൽ ഇവിടെ രാഷ്ട്രീയമായ സുന്നികളും രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളികൾ നടക്കുന്ന സന്ദർഭത്തിൽ തുരുതുരാ ചോദ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ട് മഹാനായ ബഷീർ മുസ്ലിയാർ വേദിയിൽ സരളമായി സുന്ദരമായി ഓരോന്നും ഉരുളക്കുപ്പരി എന്ന നിലക്ക് മറുപടി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ സദസ്സിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന വണ്ടൂർ ഹൈദരാലി എണീറ്റ് വന്നുകൊണ്ട് പറഞ്ഞു, ഇത് സമസ്തയിലെ കമ്പ്യൂട്ടറാകുന്നു. കമ്പ്യൂട്ടറൊന്നും എത്തിയാൽ മതിയല്ലോ, അപ്പോൾ വരുമല്ലോ. അതാ അദ്ദേഹം പറഞ്ഞു, ഇത് കമ്പ്യൂട്ടറാകുന്നു. എന്ത് ചോദിച്ചാലും അവിടെ മറുപടിയാ, എല്ലാത്തിനും അവിടെ മറുപടിയാ. ഈ രീതിയിലുള്ള ബുദ്ധിരാക്ഷസൻ, ഏറ്റവും വലിയ ബുദ്ധിരാക്ഷസൻ, വളരെ തന്ത്രജ്ഞൻ എല്ലാമായിരുന്നു ബഷീർ മുസ്ലിയാർ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞല്ലോ, ഹിക്മ, വല്ലവനും ഹിക്മത്ത് നൽകപ്പെട്ടാൽ ഫഖദ് ഊതിയ ഖൈറൻ കസീറാ, പെരുത്ത് ഖൈർ നൽകപ്പെട്ടവരായി എന്ന്. ആ ഖൈർ വാരിക്കൂട്ടിയ മഹാനാകുന്നു ഈ പള്ളിയുടെ ചാരത്തന്ത്യ വിശ്രമം കൊള്ളുന്നത്. അള്ളാഹു അവർക്ക് നിത്യശാന്തി നൽകുമാറാവട്ടെ, അവരുടെ ഖബറിനെ അള്ളാഹു പ്രകാശിപ്പിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ദീൻ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തുന്നതിന് ഇതുപോലുള്ള ചില മഹാന്മാരെയാണ് ഇവിടെ വിനിയോഗിക്കുന്നത്. വാനലോകത്തേക്ക് നാം ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുമ്പോൾ നമുക്കവിടെയൊക്കെ കാണാം ചില നക്ഷത്രങ്ങളുടെ ഒരു പ്രകാശം. ഈ പ്രകാശം പോലെ ആ ആകാശമണ്ഡലത്തിന്റെ ആളുകൾക്ക് ഇങ്ങോട്ട് നോക്കിയാലും ചില നക്ഷത്രങ്ങൾ കാണാനുണ്ട്. ഈ നക്ഷത്രങ്ങളെ സംബന്ധിച്ച് പരിശുദ്ധ ഹദീസിൽ പഠിപ്പിക്കപ്പെടുന്നത് ഇത് പണ്ഡിതന്മാരാകുന്നു എന്നാ. ഇവിടുത്തെ പണ്ഡിതന്മാർ നമ്മൾ അങ്ങോട്ട് നോക്കിയാൽ കാണുന്നത് ഈ പണ്ഡിതന്മാർ. ആ നക്ഷത്രങ്ങളെ പറ്റി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, അസ്ഹാബി കന്നുജൂം, എന്റെ സഹാബാക്കൾ നക്ഷത്രങ്ങളാണ്, അത് നിങ്ങൾക്ക് പ്രകാശമേകും, ആ പ്രകാശത്തെ പിന്തുടർന്നുകൊണ്ട് നിങ്ങൾക്ക് പോകാം എന്നതുപോലെ ഭൂമുഖത്തിലുള്ള പ്രകാശം മഹാന്മാരായ പണ്ഡിതന്മാരാണെങ്കിൽ ആ പ്രകാശത്തെ പിന്തുടർന്നുകൊണ്ട് നമുക്ക് മുന്നേറാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതിനു വേണ്ടി തന്ന പ്രകാശമാണ്. ആ പ്രകാശം അള്ളാഹുവിന്റെ നൂറാണ്. അള്ളാഹുവിന്റെ നൂർ, അള്ളാഹുവിന്റെ റസൂൽ പരിശുദ്ധമായ ദീനിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ആ ദീൻ പഠിക്കുന്ന അത് ഒരു നൂർ, അള്ളാഹുവിന്റെ ഇൽമിനെ പറ്റി നൂർ എന്നാ പറയും. നൂർ, ആ നൂറാണ് ആ പ്രകാശിക്കുന്നത്. വഖാലൽ ഇൽമു നൂറുല്ലാഹി ഹഖാ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി തങ്ങളോട് ഉസ്താദ് പറഞ്ഞു കൊടുത്തതാണ് നൂറുല്ലാഹ്, ഇൽമു നൂറുള്ളയാണെന്ന്. അള്ളാഹുവിന്റെ നൂറാണ്, ആ നൂറാണ് ഈ പ്രകാശിക്കുന്നത്. ആ പ്രകാശമാകുന്നു ബഹുമാനപ്പെട്ട ഉസ്താദിലൂടെ, അതുപോലുള്ള മഹാരഥന്മാരായ നമ്മുടെ കഴിഞ്ഞകാല നേതാക്കളിലൂടെ നമ്മളിവിടെ കണ്ടിരുന്നത്. ആ കൂട്ടത്തിൽ അഗ്രേസരനായ മഹാനായ ബഷീർ ഉസ്താദിനെ അനുയോജ്യമായ സ്മാരകങ്ങൾ എവിടെയും പൊന്തിയിട്ടില്ലെങ്കിലും അദ്ദേഹത്തിന്റെ നിത്യസ്മാരകമായി ദാറുൽ ഹുദയും അതുപോലെ തന്നെ കടമേരി റഹ്മാനിയ അറബി കോളേജും നിലകൊള്ളുമെന്ന് ഈ സന്ദർഭം ഞാൻ ഓർക്കുകയാണ്, നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് ഒരു സ്മാരകം എന്ന നിലയ്ക്ക് ഏറനാട്ടിന്റെ പെരുമാറിൽ ഞാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വൈജ്ഞാനിക കോംപ്ലക്സിൽ എം ബഷീർ മുസ്ലിയാർ തഹ്ഫീദുൽ ഖുർആൻ കോളേജ് എന്ന പേരിൽ ഒരു കോളേജ് ഞാൻ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നെങ്കിലും ആ പേരൊന്ന് സ്മരിക്കപ്പെടട്ടെ എന്ന് കരുതിക്കൊണ്ട് ആ പേര് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോളേജ് ഞാൻ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ഈ സന്ദർഭം ഓർക്കുകയാണ്. ആ കോളേജിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി അതിലുള്ള കുട്ടികളെയും ഉസ്താദുമാരെയും ഒക്കെ ആയിട്ട് ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു. പിന്നെ എപ്പോഴും വരാൻ കഴിയാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ പോകുമ്പോൾ ഇവിടെ ഇറങ്ങാറുണ്ട്. അല്ലെങ്കിലും ഓരോ കൊല്ലവും ആ കുട്ടികളുടെ കുറെ കുട്ടികൾ ഹാഫിലിങ്ങളായി പുറത്തിറക്കി അവർക്ക് ഇത് കൊടുക്കുന്ന സന്ദർഭം, അവർ ഹിഫ്ലിന് വേണ്ടി മഹാന്മാരായ ഉസ്താദുമാർ അതിന്റെ പരിശോധന നടത്താൻ വേണ്ടി വരുന്ന സന്ദർഭം ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാർക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥന നടത്താറുണ്ട് എന്നും അത്
ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. നല്ല കാര്യം പറയുമ്പോൾ അത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാകാൻ വേണ്ടി പറയുകയാണ് എന്നല്ലാതെ റിയാവിന് വേണ്ടി പറയുകയല്ല, മറ്റുള്ളവർക്കും പ്രചോദനമാകാൻ വേണ്ടി ഞാൻ പറയുന്നു എന്ന് മാത്രം. നല്ലൊരു കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ പത്രങ്ങളിലൊക്കെ കൊടുക്കും, അതൊക്കെ റിയാവ് വരുന്നറിഞ്ഞ് കൊടുക്കാക്കണ്ട. അത് കൊടുക്കുമ്പോൾ മറ്റുള്ളവർ അത് ചെയ്യാൻ അത് പ്രചോദന, അതുകൊണ്ടാണ് നമ്മളത് കൊടുക്കുന്നതും അതുപോലെ ചെയ്ത് പറയുന്നതും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഞാൻ നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെയൊക്കെ ആണ്ടിലൊരിക്കൽ കൂടിയിരുന്ന് ഇവിടെ പറയണം എന്നിവിടെ ചില സഹോദരന്മാർ ഒക്കെ ഓർത്തു. അഥവാ സൈനുദ്ദീൻ ഫൈസി അവരുടെ സ്വാഗത പ്രഭാഷണത്തിൽ പറഞ്ഞു, നിങ്ങളങ്ങനെ തീരുമാനിച്ചു ഓരോ വർഷവും ആണ്ടിന് അത് റജബ് ജമാദുൽ അവല് 21-നാണ് ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് നടന്നത്. അന്ന് ഇവിടെ ഇങ്ങനെ കൂടും എന്ന് നിങ്ങൾ പറഞ്ഞു. വളരെ സന്തോഷകരമായ കാര്യമാണത്. കാരണം ഒരാളെ പറ്റി കൊല്ലത്തിലൊന്ന് സ്മരിക്കുന്നതിൽ ഒരുപാട് കാര്യമുണ്ട്. ഉദ്കുറു ഫിൽ കിതാബി മറിയം, ഉദ്കുറു ഫിൽ കിതാബി ഇദ്രീസ്, ഇങ്ങനെ ഒരുപാട് കാണാം. അവരെ പരിശുദ്ധ ഖുർആനിലൂടെ അവരുടെ കഥകൾ, അവരുടെ ചരിത്രങ്ങൾ, അവരുടെ സച്ചരിതങ്ങൾ നിങ്ങൾ ഓർക്കുകയും അത് വിവരിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നാണല്ല പറയുന്നത്. വളരെ നല്ലതാണ്. നല്ലവരുടെ ചരിത്രം മറ്റുള്ള ആളുകൾക്ക് നന്നാകാൻ അത് ഉപകരിക്കും. ഇന്ന് നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ അന്ന് വളരെ മുമ്പ് മുന്നോട്ട് വെച്ച അത് ആ സമന്വയ വിദ്യാഭ്യാസത്തിന്റെ ആ മഹത്തായ പ്രസ്ഥാനം പലരും അത് എതിർത്തിരുന്നു. നമ്മളൊക്കെ തന്നെ എതിർത്തിരുന്നെങ്കിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഇന്ന് 100% എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. എല്ലാവരും അംഗീകരിച്ചു. പിന്നെ വന്നു വാഫി വന്നു. ഞാനൊക്കെ വാഫി നടത്തുന്നവനാണ്. അത് കഴിഞ്ഞ അപ്പോഴത്തെ പിന്നെ ജൂനിയർ കോളേജുകൾ വന്നു. എല്ലാവരും ഇത് തന്നെ, മുഴുവൻ സമന്വയ വിദ്യാഭ്യാസം. അവിടെയൊക്കെ സ്കൂളിൽ പോകുന്നു, ഡിഗ്രി ഉണ്ട്, +1 ഉണ്ട്, +2 ഉണ്ട്, മറ്റ് ഭാഷാ പഠനം ഉണ്ട്. എത്രത്തോളം അവരെ കേരളാടിസ്ഥാനത്തിൽ സ്പോർട്സ് വരെ അവർ നടത്തുന്നു. ഇപ്പോൾ എല്ലാം നടത്തുന്നുണ്ട്, സ്പോർട്സ് വരെ നടത്താൻ തുടങ്ങി. വേറെ എല്ലാം ഉണ്ട്. കേവല സാഹിത്യ മത്സരം മാത്രമല്ല, എല്ലാം നടത്താൻ തുടങ്ങി. ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാർ ആഗ്രഹിച്ചു ഈ രീതിയിൽ ഇവിടെ വരണം. അതുകൊണ്ട് ഇപ്പൊ എന്തുണ്ടായി അറിയങ്ങളെ, ഇവിടുത്തെ വഹാബിയും മൗദൂദിയും ഇവിടെ ആശയപ്രചാരണം നടത്താൻ ഇറങ്ങിയിട്ട് കാര്യമല്ല. അവർ തന്നെ തട്ടി തുടങ്ങി. വഹാബി 8 or 9 ഒക്കെ ആയി. മൗദൂദി എന്തൊക്കെയോ ആയി പോയിട്ട് ഇപ്പോ ഏക സിവിൽ കോഡ് വരെ നടപ്പാക്കണം എന്ന് വാദിക്കുന്നിടത്ത് എത്തി. എന്റെ അല്ല, അവർ അഭ്യസ്തവിദ്യരായിരുന്നു, വിദ്യാഭ്യാസമുള്ളവരാണെന്ന് പറഞ്ഞ് അതൊക്കെ പൊളിഞ്ഞുപോയി. ഇന്നിപ്പോ നമ്മളെ എത്രയോ സ്റ്റേഷൻ പിന്നിലാണ് അവരുള്ളത്. നമ്മളൊരുപാട് മുന്നിലെത്തി. നിങ്ങൾ ഡൽഹിയിൽ പോയി നോക്കി, അവിടെയൊക്കെ വാഫികളും ഉദവികളുമാ. എല്ലാ സ്ഥലത്തും കാണും. അവിടെ ഡോക്ടറേറ്റ് ഇത് എടുത്തുകൊണ്ട് നടക്കുന്നൊക്കെ എല്ലാവരും ഉദവികൾ, വാഫികൾ, ഫൈസികളൊക്കെയാണ് ഇപ്പോ ഡോക്ടറേറ്റ് നേടുന്നത്. ഒക്കെ എല്ലാം ഉന്നത വിദ്യാഭ്യാസമുള്ളവരായി മാറി. ഇവർ വിദ്യാഭ്യാസത്തിന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ഇന്ന് സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുകയാണ്. വിദ്യാഭ്യാസത്തിന് ഇതാണ് ഇവരെന്നൊക്കെ പറഞ്ഞില്ല, അവർ എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുകയാണ്. ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ഒരുപാട് നടത്തുന്നു. ഒരുപാട് കോളേജുകളൊക്കെ അവരെ കയ്യിൽ തന്നെ. ഈ ഒരു മാറ്റം ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ ആ മാറ്റത്തിന് ആദ്യമായി തന്നെ തിരയിളക്കിയത് മഹാനായ എം ബഷീർ മുസ്ലിയാർ അവറുകളായിരുന്നുവെങ്കിൽ മഹാനവറുകളെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ് ഞാനത് പറഞ്ഞത്. ആ ചിന്തയും ആ കഴിവും ആ വിപ്ലവ വീര്യവും എല്ലാം തന്നെ കൈമുതലാക്കി അദ്ദേഹം ഇവിടെ പ്രവർത്തിച്ചപ്പോൾ സമസ്തയുടെ പ്രവർത്തനവും വളരെ ശാസ്ത്രീയമാക്കിയിരുന്നു എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിദ്യാഭ്യാസ ബോർഡ് ഏറ്റവും ശാസ്ത്രീയമായാണ് പ്രവർത്തിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ ഏജൻസിയാണെന്ന് സമസ്ത കേരള ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡ്. അതിനൊക്കെ ശാസ്ത്രീയവൽക്കരിക്കുന്ന വിഷയത്തിൽ ബഷീർ മുസ്ലിയാരുടെ ചിന്തയും ബഷീർ മുസ്ലിയാരുടെ നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതായിരുന്നു. നിങ്ങൾക്കറിയാം, മലപ്പുറത്ത് വെച്ച് 1-2 സമ്മേളനങ്ങളൊക്കെ നടന്നു. സമസ്തയുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞ കാലത്ത് ഒരു മഹാസമ്മേളനം നടന്ന് 4 പ്രസംഗങ്ങൾ കഴിഞ്ഞ് ഒന്നായിട്ട് പിരിഞ്ഞു പോകുകയായിരുന്നെങ്കിൽ 1-2 ദിവസമൊക്കെ നീണ്ടു നിൽക്കുന്ന വിധത്തിലുള്ള ക്യാമ്പുകൾ നടത്തി. ക്യാമ്പ് നടത്തി എന്ന് മാത്രമല്ല, ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ആ കടലുണ്ടി പുഴയിൽ വിപുലമായ രീതിയിലുള്ള ഏർപ്പാടുകൾ ഒരുക്കി അവിടെ ഭക്ഷണമൊക്കെ തയ്യാറാക്കി പൊതിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുത്തിയിട്ട്, ഇന്നിപ്പോ നിങ്ങൾക്ക് അത് പറയുന്ന ഒരു പുതുമയുണ്ടാവില്ല, ഭക്ഷണ പൊതി വിതരണം ചെയ്യലൊക്കെ. ബഹുമാനപ്പെട്ട ബഷീർ മുസ്ലിയാർ വേദിയിൽ നിന്നിട്ട് ഒറ്റ കുട്ടി അനങ്ങാൻ പാടില്ല, അവിടെ തന്നെ ഇരിക്കണം. ക്യാമ്പിൽ ആണ് പറയുന്നത്, നിസ്കാരം അവിടെ തന്നെ എല്ലാവരും ഇരിക്കുക. എന്നിട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് ദ്വാ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന ആളുകളെ ഒരു തലക്ക് നിന്ന് ഒരാൾ പൊതി ഇങ്ങനെ കൊടുത്ത് എല്ലായിടത്തും എത്തുകയായിരുന്നു. ഞാനിത് പറഞ്ഞത് ഇന്നതൊരു പുതുമയല്ല, പക്ഷേ അന്ന് വളരെ പുതുമയുള്ളതായിരുന്നു. വളരെ അച്ചടക്കത്തോടെ വളരെ സമാധാനപരമായി നൊടിയിടയ്ക്ക് എല്ലാവർക്കും ഭക്ഷണം ലഭിച്ചു. ഇതൊക്കെ അന്ന് ബഷീർ മുസ്ലിയാർ കണ്ടെടുത്ത നല്ല പരിപാടികളായിരുന്നുവെങ്കിൽ ഞാനതും ഓർക്കുകയാണ്, ഇനി പറയുന്നില്ല. എന്നാൽ ഇങ്ങനെയുള്ള മഹാന്മാരുടെ മധുകൾ പറയുന്നത് വലിയ നേട്ടമാണ്, ഗുണമാണ്.
ആർക്കും ഞമ്മക്കും നേട്ടാണ്, ഓൾക്കും നേട്ടാ. അതാ പതില്ലേ, ഞമ്മക്ക് പറഞ്ഞാൽ നമുക്ക് ഗുണം, അവർക്കും നേട്ടം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലൂടെ ഒരു മയ്യിത്ത് ഇങ്ങനെ കൊണ്ടുപോയ സന്ദർഭത്തിൽ പുണ്യവാളന്മാരായ സാഹബാക്കറാം പറഞ്ഞു, അദ്ദേഹത്തിന്റെ മധുകൾ പറഞ്ഞു, നല്ല ആളായിരുന്നു എന്നുള്ള മധു പറഞ്ഞു. അപ്പൊ നബി പറഞ്ഞു ഖദ് വജബത് പറഞ്ഞു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അതുപോലെ സംഭവം പിന്നെയും ഉണ്ടായി. വേറൊരു മയ്യിത്ത് കൊണ്ടുപോയി. അപ്പോൾ ആ മയ്യത്തിനെ പറ്റി ഇവർക്ക് അങ്ങനെയൊന്നും അഭിപ്രായമല്ല, അദ്ദേഹം അത്ര മെച്ചമുള്ള ആളല്ല എന്നുള്ള അഭിപ്രായമാണ് അവർക്കൊക്കെ ഉള്ളത്. അത് പറഞ്ഞപ്പോഴും നബി പറഞ്ഞു ഖദ് വജബത്. വിഷയങ്ങൾ പെട്ടെന്ന് ഇടപെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിലൊക്കെ ചാടി വീഴുന്ന പ്രകൃതക്കാരനായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയോട് പറയുന്നു, നബിയെ, നിങ്ങൾ പണ്ട് പറഞ്ഞു ഖദ് വജബത്ത് ഒരു സംഭവത്തിൽ, ഇപ്പോഴും പറഞ്ഞു ഖദ് വജബത്ത്. എന്താണ് ഈ ഖദ് വജബത്ത്? ഞമ്മക്കത് മനസ്സിലായിട്ടില്ല. ഉടനെ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, അൻതും ശുഹദാഉല്ലാഹി ഫിൽ അർളി, നിങ്ങളൊക്കെ ഈ ഭൂമുഖത്ത് അല്ലാഹുവിന്റെ സാക്ഷികളാണ്. നിങ്ങൾ അന്നൊരു മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ പറഞ്ഞത് അദ്ദേഹം നല്ല മനുഷ്യനാണെന്നാണ്. അപ്പൊ ഈ ഭൂമുഖത്തുള്ള നിങ്ങൾ മുഴുവനും അദ്ദേഹത്തിന്റെ നന്മക്ക് സാക്ഷ്യം വഹിക്കുകയാണെങ്കിൽ അല്ലാഹുവിന്റെ കോടതിയിൽ നിങ്ങളുടെ സാക്ഷിത്വ മൊഴി അനുസരിച്ചുകൊണ്ട് തന്നെയാണ് കേസ് തീർപ്പാക്കപ്പെടുക. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായി എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചു. രണ്ടാമത്തെ ആളിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദിച്ചോ, നബി പറഞ്ഞോ, അത് നബി വിശദീകരിച്ചു കൊടുക്കുന്നു. നിങ്ങൾ അദ്ദേഹത്തെ പറ്റി മോശമായ അഭിപ്രായമാണല്ലോ നടത്തിയത് എങ്കിൽ ഖദ് വജബത്, അദ്ദേഹത്തിന് നരകവും വാജിബായി, നിർബന്ധമായി, അതിലിനി മാറ്റമില്ല എന്നാണ് ഞാൻ പറഞ്ഞതെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഒരാളെപ്പറ്റി നല്ലവൻ 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 എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുവെങ്കിൽ അത് വെറുതെ ഉണ്ടാകൂല. വെറുതെ ഒരാൾ നല്ലതെന്ന് പറയില്ല, ഉണ്ടെങ്കിൽ തന്നെ പറയുള്ളൂ, അല്ലെങ്കിൽ പറയില്ല. വെറുതെ ആരും പറയില്ല. നല്ലവനാണെങ്കിൽ തന്നെ നല്ലവൻ പറയുള്ളൂ. അങ്ങനെ പറയുകയാണെങ്കിൽ ആ മനുഷ്യന് അതുകൊണ്ട് ഗുണമുണ്ട്. ഇതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, വജഅൽനീ ലിസാന സിദ്ഖിൻ ഫിൽ ആഖിരീൻ, അവസാന കാലം വരെ ജീവിക്കുന്ന ജനങ്ങളിൽ നല്ല നിരക്ക് പ്രകീർത്തിക്കപ്പെടുന്ന വ്യക്തിത്വം എനിക്ക് നീ നൽകണം തമ്പുരാനെ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കാൻ കാരണം. അപ്പോൾ ഓരോരുത്തരും നിന്ന് ഗുണം പറഞ്ഞാൽ നേട്ടമുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഉസ്താദിനെ കുറിച്ച് നല്ല അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ ഉസ്താദിന് നേട്ടം. നമ്മൾക്കോ നല്ലൊരു ഗുണം പറയാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ട് ഉസ്കുറൂ, നിങ്ങൾ പറഞ്ഞോളണം, മഹാസന മൗതാക്കും, നിങ്ങൾ ദിവംഗതരായ മഹൽ വ്യക്തിത്വങ്ങളുടെ ഗുണങ്ങൾ നിങ്ങൾ പറഞ്ഞുകൊള്ളുക, നിങ്ങൾ പ്രകീർത്തിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുകൊണ്ട് നബിയുടെ സുന്നത്താണ് നമുക്കും കൂടിയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ഇങ്ങനെ ഒരു തീരുമാനമുണ്ടായെങ്കിൽ വളരെ നല്ലതാണ്. അന്ന് നമുക്ക് കൂടാം, അവരുടെ ഖബർ സിയാറത്ത് ചെയ്യാം, അവർക്ക് വേണ്ടി പ്രത്യേക പ്രാർത്ഥനകൾ നടത്താം, അവരെ സ്മരിക്കാം, അവരുടെ കുടുംബത്തെ സ്മരിക്കാം, അവരെല്ലാവരുടെയും സഹകരണത്തോടുകൂടി, നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടുകൂടി അത്തരം സുഹൃതങ്ങൾ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായി അദ്ദേഹത്തിന്റെ വഴിയെ നമുക്കും നീങ്ങാം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകുമാറാവട്ടെ. നാട്ടിലെമ്പാടുമുണ്ടായിരുന്ന ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉസ്താദുകൾ ശോഷിച്ചു പോകുന്ന ദർസിൽ കയറി ചെന്ന ഇദ്രോസ് മുസ്ലിയാരും ഉസ്താദും കൂടി അനാരോഗ്യം വളരെ ഉള്ള സന്ദർഭത്തിലും ബാപ്പുട്ടിയാജിയും കൂടി കയറിപ്പോകാറുണ്ടായിരുന്നു. ദർസിൽ ചെന്നിട്ട് എന്താ നിങ്ങൾ ദർസ് ഇങ്ങനെ മോശം കാരണം പണമില്ല, ആരും തരാനില്ല എന്നൊക്കെ പറഞ്ഞ സന്ദർഭത്തിൽ വഴി നിർദ്ദേശിച്ചു കൊടുക്കുമായിരുന്നു. വഴി പണം ഉണ്ടാക്കാനുള്ള വഴി ആരും അലോസരപ്പെടുത്താതെ ശല്യപ്പെടുത്താതെ അങ്ങനെ ദർശനം ഉണ്ടാക്കിയിരുന്നത് പത്രത്തിൽ വരില്ല, ചാനലിൽ വരില്ല, ഒന്നും ഉണ്ടാവില്ല. അതേ അവസരം ഇത് ആ കാറിൽ കറുത്ത ഒരു കാറുണ്ടായിരുന്നു ബാബുട്ടിയാജിക്ക്. ആ കാറിൽ പോയ ഈ മൂന്നാളുകളും അവിടെ ഉള്ള പാവപ്പെട്ട കുറച്ച് കാരണന്മാർ മാത്രമേ ഇത് അറിയൂ. ഇങ്ങനെ എത്ര എത്ര ദർസുകളാണ് അദ്ദേഹം ഇവിടെ ശക്തിപ്പെടുത്തിയത്, എത്ര ദർസാണ് ശക്തിപ്പെടുത്തിയത്, എത്ര മദ്രസയാണ് അടച്ചുപൂട്ടാൻ ഒരുങ്ങിയിരുന്ന മദ്രസകൾക്ക് സാമ്പത്തികമായ വരുമാനമുണ്ടാക്കി കൊടുത്തത് ആരും അറിയാതെ, ആ ശബ്ദങ്ങളില്ലാതെ, കോലാഹലങ്ങളില്ലാതെ ആ രീതിയിൽ വളരെ നന്നായി ദീനിന് വേണ്ടി ഖിദ്മത്തെടുത്ത് ആ ഖിദ്മത്തിൽ മെഴുകുതിരി പോലെ അലിഞ്ഞലിഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் വഫാത്തായത്.
എപ്പോഴും ആ പോകുന്ന സന്ദർഭത്തിൽ നേരത്തിന് ഭക്ഷണം കിട്ടൂല, മര്യാദക്ക് ഗുളിക കഴിക്കാൻ പറ്റില്ല, അങ്ങനെ എപ്പോഴും ഇൻസുലിൻ കുത്തിവെച്ചുകൊണ്ട് അങ്ങനെ 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 ആ ശരീരം അങ്ങ് മെഴുകുതിരി പോലെ സമൂഹത്തിന് വേണ്ടിയാണ് അത് ഹോമിക്കപ്പെട്ടത് എന്ന് ഈ സന്ദർഭം ഞാൻ ഓർക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അർഹമായ പ്രതിഫലം കൊടുക്കുമാറാവട്ടെ. അവരെ കൺകുളിർക്ക് കാണുന്ന രീതിയിലുള്ള പ്രതിഫലം പരലോകത്ത് അല്ലാഹു തആല കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഹസനാത്തുകൾ അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ. അദ്ദേഹത്തിന്റെ ഒരു വിനീത ശിഷ്യൻ എന്ന നിലക്ക് കടപ്പാടുകൾ നിർവഹിക്കാൻ കഴിയാറില്ലെങ്കിലും പ്രാർത്ഥിക്കാൻ കഴിയാണ്ട് റഹ്മാനായ റബ്ബേ, ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് നീ പരലോകത്തെ ജീവിതം ധന്യമാക്കി കൊടുക്കണം തമ്പുരാനെ, ഐശ്വര്യ സമ്പൂർണ്ണമാക്കി കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കൊക്കെ ഇൽമ പകർന്നു തന്ന, ഞങ്ങൾക്ക് റൂട്ട് നിർദ്ദേശിച്ചു തന്ന, ഞങ്ങൾക്ക് യഥാർത്ഥമായ വഴി കാണിച്ചു തന്ന ഉസ്താദ് അവരെ ഞങ്ങളുടെ മുമ്പിൽ സ്വാലിഹീങ്ങളുടെ മുത്തഖീങ്ങളുടെ ഇമാമാക്കി പരലോകത്തിന് നീ കാണിച്ചു തരണേ തമ്പുരാനെ. മുത്തനബിയുടെ കൂടെ ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ.